അനന്തൻ, നിർണായകമായ വിവരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് എ പത്മകുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളും. പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ നടപടിയാണ് ഇന്ന് SIT സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് SIT കണ്ടെത്തിയിരിക്കുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് പോലീസ് ആസ്ഥാനത്തേക്ക് പത്മകുമാർ എത്തുന്നത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി. അവിടേക്ക് SITയുടെ ഉദ്യോഗസ്ഥർ കൂടി എത്തി. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ ഉച്ചയ്ക്ക് 2:30 ശേഷമാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇനി കോടതിയിൽ ഹാജരാക്കണം. നിലവിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പത്മകുമാറിനെ ഒരു പക്ഷേ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കൊല്ലം വിജിലൻസ് കോടതി സമയം കഴിഞ്ഞു. അവിടെ മജിസ്ട്രേറ്റ് ഇനി 2-3 ദിവസത്തേക്ക് അവധിയിൽ പോവുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു പക്ഷേ ഹാജരാക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാകും. ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. ഏതായാലും ഈ നടപടികളൊക്കെ പൂർത്തിയാക്കുമ്പോൾ വലിയ പ്രതിഷേധവും തെരുവിൽ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. പത്മകുമാറിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാകും. ഏതായാലും ഇന്ന് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ N വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു വൈകുന്നേരം 4 മണി വരെ. അതിനിടെ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനൊപ്പം സമാന്തരമായി വാസുവിന്റെ ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിനിടയിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ എതിരെ SIT നീങ്ങുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. നേരത്തെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2 തവണ പത്മകുമാറിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയതാണ്. പക്ഷേ 2 തവണയും വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് പത്മകുമാർ അന്വേഷണവുമായി സഹകരിച്ചില്ല. തുടർന്ന് ഇന്നോ നാളെയോ ആയിട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് രാവിലെ 7 മണിക്ക് മാതൃഭൂമി ന്യൂസ് ഈ വിവരം പുറത്തുവിടുകയും ചെയ്തു. പത്മകുമാറിനെതിരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകും. പത്മകുമാർ മുഖ്യ ആസൂത്രകൻ എന്ന നിലയിലേക്ക് SITക്ക് വിവരം ലഭിച്ചു എന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസ് ഇന്ന് രാവിലെ 7 മണിക്കാണ് പുറത്തുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് പത്മകുമാർ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹം SITയുടെ ഈഞ്ചക്കൽ ഓഫീസിലേക്കല്ല വന്നത്. നേരെ പോയത് പോലീസ് ആസ്ഥാനത്തേക്കായിരുന്നു. അവിടെ പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഓഫീസിലേക്ക് പോയത്. അതിന് പിന്നാലെയാണ് SIT ഉദ്യോഗസ്ഥർ 2 SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വന്നത്. അവിടെ വെച്ച് ഈഞ്ചക്കലിലെ SIT ഓഫീസിൽ നിന്ന് മിനിറ്റ്സ് അടക്കമുള്ള പ്രധാന രേഖകൾ കൂടി വിളിച്ചു വരുത്തിയാണ് ആ ചോദ്യം ചെയ്യൽ നടപ്പാക്കിയത്. അതിനു മുൻപ് തന്നെ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ SIT ശേഖരിച്ചിരുന്നു. സുപ്രധാനമായ തെളിവുകൾ ശേഖരിച്ചിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറാണ് പോറ്റിയുമായി ചേർന്ന് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുഖ്യ ആസൂത്രണം നടത്തിയതെന്നാണ് പത്മകുമാറിനെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അപ്പോഴും അനന്തൻ, മുൻപ് ഈ പത്മകുമാർ മാതൃഭൂമി ന്യൂസിനോടായാലും അല്ലാണ്ട് മറ്റു മാധ്യമങ്ങൾക്ക് മുന്നിലായാലും പറഞ്ഞ പല കാര്യങ്ങളും ഓർത്തു പോകുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് അന്ന് സംസാരിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കാം. അത് കേൾക്കുക തന്നെ വേണം. കാരണം ആ പ്രതിരോധമെല്ലാം തന്നെ പാളിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ, എൻ്റെ മുഖഭാവമല്ലല്ലോ, നിങ്ങളെന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനേക്കാൾ ശക്തമല്ലേ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം, മാധ്യമങ്ങൾ എന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. ഒരു പ്രസിഡന്റ് വിചാരിച്ചാൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും നടക്കാൻ സാധിക്കുകയില്ലല്ലോ. അതും ചെമ്പാണ് എന്ന് ആവർത്തിച്ച് പലപ്പോഴും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിരോധമെല്ലാം പാളിയിരിക്കുകയാണ്. ഈ കൃത്യമായ തെളിവുകൾ എന്തുകൊണ്ട് പത്മകുമാറിലേക്ക് ഇത്രത്തോളം താമസിച്ച് എത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിർണായകമായ തെളിവുകൾ, ഗൂഢാലോചനയിൽ പോലും പങ്കുണ്ട്. മുഖ്യ സൂത്രധാരനാണ് എ പത്മകുമാർ. അതല്ലേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്? തീർച്ചയായിട്ടും പൂജ, ഈ അന്വേഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ SIT എത്തിയിരിക്കുന്ന വിലയിരുത്തൽ പത്മകുമാറാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ എന്നുള്ളതാണ്. ഇതിന് മുകളിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്മകുമാറിൽ നിന്നാണ് ആ വിവരങ്ങൾ അറിയേണ്ടത്. ഇതുവരെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നവർ, ഇതുവരെ അറസ്റ്റിലായവരുടെയൊക്കെ മൊഴികൾ വിരൽ ചൂണ്ടിയത് പത്മകുമാറിലേക്കായിരുന്നു. അപ്പോൾ പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. പത്മകുമാറിന്റെ അറസ്റ്റും സംഭവിച്ചിരിക്കുന്നു. ഇനി ഇതിന് മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിന് പത്മകുമാറിന് മറ്റാരെങ്കിലുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പത്മകുമാറിൽ നിന്നാണ് ലഭിക്കുന്നത്.
ലഭിക്കേണ്ടത്. പക്ഷേ നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട SITക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ പത്മകുമാർ കൈവരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ തെളിവുകളും മൊഴികളും ഒക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പലപ്പോഴും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അത് വീട്ടിലടക്കം, പത്മകുമാറിൻ്റെ വീട്ടിലടക്കം കൂടിക്കാഴ്ചകൾ നടന്നു. അവിടെയെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നാണ് SITയുടെ വിവരം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് SIT പത്മകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ കാണിച്ചത് പത്മകുമാർ നേരത്തെ നടത്തിയ പ്രതികരണങ്ങളാണ്. ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിലൊക്കെ പലപ്പോഴും ഈ അന്വേഷണത്തിൻ്റെ മാതൃഭൂമി ന്യൂസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമമാണ്. മാതൃഭൂമി ന്യൂസ് ഓരോ വാർത്തകൾ നൽകുമ്പോഴും അതിൽ ഓരോ ആൾക്കാരുടെ ആരോപണ വിധേയരായവരുടെ പേരുവിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിൽ പലപ്പോഴും പത്മകുമാർ ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം കയർക്കുകയാണ് ചെയ്തത്. ഈ ആരോപണ സ്ഥാനത്തേക്ക് ഇവരൊക്കെ വരുന്നതിന് മുൻപ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളിയാണ്, അത് വെറും ചെമ്പല്ല എന്ന് മാതൃഭൂമി ന്യൂസ് സമർത്ഥിച്ചപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പത്മകുമാർ കയർക്കുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം ചോദിച്ചത്, നിങ്ങളുടെ അടുത്ത് ആരാണ് പറഞ്ഞത് അത് സ്വർണം പൊതിഞ്ഞതാണ് എന്ന്? അത് ചെമ്പല്ല എന്ന് തെളിയിക്കാൻ, ചെമ്പ് അല്ല അതിനപ്പുറം സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നാണ് പത്മകുമാർ ചോദിച്ചത്. അപ്പോൾ പത്മകുമാറിന് അന്ന് വല്ലാത്ത ഒരു വാശിയും വല്ലാത്ത ഒരു തിടുക്കവും ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് വെറും ചെമ്പാണ് എന്ന് വരുത്തി തീർക്കാൻ. അതിനു പിന്നാലെയാണ് അദ്ദേഹം പറഞ്ഞത്, പിന്നീട് അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് SITയിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ സ്വർണ്ണമെല്ലാം കടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ, അതും ശബരിമലയിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം അതൊരു മുൻകൂർ ജാമ്യം എടുക്കലായിരുന്നു. അതായത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് അദ്ദേഹം വൃഥാ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിനാണ് കാരണം നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അനന്തൻ, അതായത് ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലേ അങ്ങനെയുള്ള നടപടികളല്ലേ ഇനി പോകുന്നത്? പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. പത്മകുമാറുമായി അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്കാണ് ഇപ്പോൾ പോകുന്നത്. ഏത് കോടതിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളത്, കൊല്ലം കോടതിയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നാളെ മുതൽ മജിസ്ട്രേറ്റ് അവധിയിലുമാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കാനാണ് സാധ്യതയുള്ളത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വൈദ്യപരിശോധന നടപ്പാക്കേണ്ടത് ജനറൽ ആശുപത്രിയിലാണ്. ഇപ്പോൾ ജനറൽ ആശുപത്രി ഭാഗത്തേക്കാണ് അന്വേഷണ സംഘം പത്മകുമാറുമായിട്ട് പോയിരിക്കുന്നത്.